ഫിലിപ്പ് പമ്പാടിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയുമായിട്ട് ഇദ്ദേഹം മുറിയെടുത്തത് പോലീസിന്റെ ID കാർഡ് ഉപയോഗിച്ചാണ് എന്നുള്ളതാണ്. അതായത് VRS എടുത്ത് സർവീസിൽ നിന്ന് പുറത്തുപോയ ഉദ്യോഗസ്ഥനായിരുന്ന ഫിലിപ്പ് പമ്പാട് താൻ ഇപ്പോഴും പോലീസിലുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മുറിയെടുത്തത് എന്ന് വേണം കരുതുവാൻ. അങ്ങനെയാണെങ്കിൽ ഒരു വ്യാജ ID കാർഡ് അദ്ദേഹം ഇതിനോട് ഉപയോഗിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. സാധാരണ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുമ്പോൾ പിരിഞ്ഞു പോരുമ്പോൾ ID കാർഡ് തിരിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ അത്തരത്തിൽ അദ്ദേഹം കൊടുത്തോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതല്ലെങ്കിൽ കൊടുത്തെങ്കിൽ ഒരു വ്യാജ ID കാർഡ് അദ്ദേഹം ഉണ്ടാക്കി അത് ഈ ഒരു മുറിയെടുക്കാനുള്ള ആവശ്യത്തിനായി ഉപയോഗിച്ചു എന്ന് വേണം കരുതുവാൻ. എന്താണെങ്കിലും ഇത് റിമാൻഡ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പരാമർശമുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് മനഃപൂർവ്വം ഈ ഒരു ലൈംഗിക ഉദ്ദേശത്തോടെ ഈ കുട്ടിയെ കൊണ്ടുപോയി രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതല രക്ഷിതാക്കൾ താൽക്കാലികമായി ഫിലിപ്പ് പമ്പാടിനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത് കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട്. അത്തരത്തിൽ ഉത്തരവാദിത്തമുള്ള ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതലയിലുള്ള ഇരിക്കെയാണ് ഫിലിപ്പ് പമ്പാട് ഈ കുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നത് എന്നതാണ് ഈ ഒരു റിമാൻഡ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലൈംഗികമായി ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടി പെൺകുട്ടിയെ കൊണ്ടുപോയതാണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്. ഇത് ഈ ഒരു സംരക്ഷണ ചുമതലയിലേക്ക് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇദ്ദേഹത്തിന് ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയുള്ള ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ജാമ്യം അനുവദിക്കരുതെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് ഫിലിപ്പ് പമ്പാട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒട്ടേറെ ആരാധകരെയും അണികളെയൊക്കെ സൃഷ്ടിച്ച ഒരാൾ. അപ്പോൾ അത്തരത്തിലൊരാൾക്ക് ജാമ്യം നൽകിയാൽ അത് ഈ കേസിനെ ബാധിക്കും. അത് ഈ പരാതിക്കാരിയും സാക്ഷികളെയും സ്വാധീനിക്കാനിടയുണ്ട്. ഇദ്ദേഹം വിദേശത്തേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നീ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ജാമ്യം നൽകരുത് എന്ന ഒരു കാര്യമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്. എന്നാണെങ്കിലും അതും ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു പരാതി വന്നതിന് ശേഷമാണെന്ന് കരുതണം ഈ കുട്ടിയുടെ അതിജീവിതരെ വീട്ടിൽ പോയി ഫിലിപ്പ് പമ്പാട് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു എന്നൊരു ഗുരുതരമായ വിവരം കൂടി പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതായത് റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയാവുന്നത് ഒന്ന്, ഫിലിപ്പ് പമ്പാട് വ്യാജ ID കാർഡ്, അതായത് പോലീസിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പോലീസിൻ്റെ റിട്ടയർ ചെയ്ത ഫിലിപ്പ് പമ്പാട് പോലീസ് ID കാർഡ് ഉപയോഗിച്ച് റൂം എടുത്തു എന്നുള്ളതാണ്. ഒന്നുകിൽ അദ്ദേഹം വ്യാജമായിട്ട് പോലീസിൻ്റെ ID കാർഡ് നിർമ്മിച്ചതാകണം. അത് അന്വേഷണത്തിന് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്.